ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പെരുന്നാൾ സ്പെഷ്യലായിട്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് ബിരിയാണിയാണ് റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ട് ഒരു 10 അല്ലി വെളുത്തുള്ളിയും 7 പച്ചമുളകും ഒരു മീഡിയം സൈസ് ഇഞ്ചിയും കൂടി ചേർത്ത് നല്ലപോലെ ചതച്ചെടുക്കാം. ഇനി ഇതാ ബീഫ് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 700 ഗ്രാം അളവിലാണ് നമ്മൾ ബീഫ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ അളവിൽ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നേരത്തെ നമ്മൾ ചതച്ച് വെച്ചതിൽ നിന്ന് 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക. എന്നിട്ടെല്ലാം നല്ലപോലെ കൈവച്ച് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി കുക്കർ അടച്ച് വേവിച്ചെടുക്കാം. എനിക്കിവിടെ ബീഫ് കുക്കാവാൻ വേണ്ടിയിട്ട് കറക്റ്റ് 9 വിസിലാണ് വേണ്ടി വന്നത്. നമ്മൾ വാങ്ങുന്ന ബീഫിന്റെ വേവിനനുസരിച്ച് കുക്കറിന്റെ വിസിലിനും വ്യത്യാസം ഉണ്ടാവും ട്ടോ. ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ബിരിയാണിക്ക് വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം ട്ടോ. മൊത്തത്തിൽ ഒരു 5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ദാ 2 സവാള കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിലിട്ട് വറുത്തെടുക്കാം. ആദ്യം ഫ്ലെയിം കൂട്ടി വെച്ച് തന്നെ സവാള ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം അങ്ങ് കുറച്ച് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതാ ഇപ്പോൾ ഇവിടെ സവാള നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ഫ്രൈ ആവാൻ പാടില്ല കേട്ടോ. ഇനി ഇതിലേക്ക് കാഷ്നട്ടും മുന്തിരിയും കൂടി ചേർത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബിരിയാണി ദമ്മിടാനുള്ള പാത്രത്തിലേക്ക് ഫ്രൈ ചെയ്തെടുത്ത എണ്ണയിൽ നിന്ന് പകുതി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 3 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം കേട്ടോ. പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ബിരിയാണിക്ക് സവാള നന്നായിട്ട് വഴറ്റിയെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് വരുന്നത്. എത്രത്തോളം വഴറ്റിയെടുക്കാൻ പറ്റുമോ അത്രത്തോളം സവാള വഴറ്റിയെടുക്കുക. ഇതാ ഇപ്പോൾ ഇവിടെ ഞാൻ നല്ലപോലെ സവാള വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം ചേർക്കാം കേട്ടോ. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് അങ്ങ് വഴറ്റിയെടുക്കണ്ട കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ദാ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു വലിയ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി ചേർത്ത് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം. തക്കാളി പെട്ടെന്നൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതാ ഇപ്പോൾ തക്കാളി നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫ് നമ്മൾ വേവിക്കാൻ വെച്ചപ്പോൾ വെള്ളമൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ബീഫിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമാണ്. അഥവാ അടുക്കി പിടിക്കുമെന്ന് പേടിയുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് തൊട്ട് 1/2 കപ്പ് വരെ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീഡിയോയിൽ വിട്ടുപോയതാണ്. അതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയൊരു പിടി മല്ലിയില ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ അതിൽ കുറവായിട്ട് പുതിനയില ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സവാളയിൽ നിന്ന് 1/4 ഭാഗത്തോളം സവാള ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടേബിൾ സ്പൂണോളം പുളിയുള്ള തൈര് കൂടി ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം നല്ല പുളിയുള്ള തൈരാണ് കേട്ടോ ഇത്. ഇനി എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എല്ലാം കൂടി നല്ലപോലെ യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. ആ സമയം കൊണ്ട് നമുക്കിവിടെ റൈസ് വേവിച്ചെടുക്കാം. ഞാൻ ദാ 3 കപ്പ് ജീരകശാല റൈസാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായി കഴുകിയെടുക്കാം. ഇനി നമ്മൾ റൈസ് വേവിച്ചെടുക്കുന്ന പാത്രത്തിലേക്ക് ബാക്കിയുള്ള എണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 3 ഏലയ്ക്ക, 5 ഗ്രാമ്പു, ഒരു മീഡിയം സൈസ് പട്ട, 2 ബേ ലീഫ് കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മാത്രം സവാള ചേർത്ത് കൊടുക്കുക. അത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് കളർ മാറാനൊന്നും നിൽക്കണ്ട കേട്ടോ. അതിലേക്ക് നമ്മൾ മാറ്റി വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുക. അതും കൂടി ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം ചേർത്തിട്ട് ഒരുപാട് ഇട്ടൊന്നും മൂപ്പിക്കുകയൊന്നും വേണ്ട കേട്ടോ. ഇനി നമുക്കിതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. വെള്ളമെല്ലാം ഊറ്റി മാറ്റിയിട്ട് വേണം റൈസ് ചേർക്കാൻ. ഇനി റൈസ് നമുക്ക് നല്ലപോലെ തന്നെ വറുത്തെടുക്കണം. അരി നന്നായി വറുത്ത് വരുമ്പോൾ ഇതിൽ നിന്ന് നല്ല മണമൊക്കെ വന്ന് തുടങ്ങും. അതുപോലെ അരി ഇങ്ങനെ കിലുങ്ങുന്ന ഒരു സൗണ്ട് കൂടി കേൾക്കും. അപ്പോൾ നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതായപ്പോൾ നമ്മുടെ അരി നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കപ്പിന് 1.25 കപ്പ് അളവിലാണ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഉപ്പിച്ചിരി മുന്നിട്ട് നിൽക്കണം. ആ ഒരു അളവിനാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഇനി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഒരു 7 മിനിറ്റ് ആയപ്പോൾ ഞാൻ തുറന്ന് നോക്കുന്നുണ്ട്. ഇതിന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം 3 മിനിറ്റ് കൂടി മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കുക. റൈസ് കുക്ക് ചെയ്തെടുക്കുമ്പോൾ എപ്പോഴും തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ കുക്ക് ചെയ്തെടുക്കാൻ. ഇപ്പോൾ നമ്മുടെ റൈസ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. അതുപോലെ നമ്മുടെ മസാല ഇവിടെ നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് റൈസും കൂടി ഇട്ട് ദമ്മിട്ടെടുക്കാം. ആദ്യം നമുക്ക് പകുതി റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. റൈസ് ഇട്ട് നിരത്തി കൊടുത്തതിന് ശേഷം
നമ്മൾ നേരത്തെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവാളയൊക്കെ ചേർത്ത് കൊടുക്കുക. കൂടെ കുറച്ച് മല്ലിയിലയും നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള റൈസും കൂടി ഇട്ട് നല്ലപോലെ നിരത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ വീണ്ടും വറുത്ത് വെച്ചതെല്ലാം ഇട്ട് കൊടുക്കുക. കുറച്ചുകൂടി നെയ്യും ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് നെയ്യ് ഇങ്ങനെ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആട്ടോ റൈസിന് ഉണ്ടാവുന്നത്. എന്നിട്ട് ഞാൻ ആ സ്പൂൺ വെച്ച് തന്നെ 2-3 ഹോൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ദം ചെയ്തെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ആവി വരാനും അതിൻ്റെ ഫ്ലേവർ പിടിക്കാനും വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ആവി പോവാത്ത രീതിയിൽ മൂടി വെച്ച് കൊടുക്കുക. ഞാൻ ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് തൊട്ട് 15 മിനിറ്റ് വരെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കരിഞ്ഞു പോകുമെന്ന് പേടിയുണ്ടെങ്കിൽ അടിയിലൊരു പാത്രം വെച്ചിട്ട് ദമ്മിട്ടെടുത്താൽ മതി കേട്ടോ. ദാ ഇപ്പം നമ്മുടെ ബിരിയാണി റെഡിയായി വന്നിട്ടുണ്ട്. നല്ലൊരു മണം കേട്ടോ ഇത് തുറക്കുമ്പോൾ വരുന്നത്. ഇനി നമുക്ക് റൈസ് എല്ലാം മിക്സ് ചെയ്തിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. നമ്മുടെ റൈസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഒന്നിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു അടിപൊളി ബിരിയാണിയാണിത്. അതുപോലെ റൈസ് മാത്രം കഴിക്കാനായാലും നല്ല ടേസ്റ്റാണ്. നല്ലപോലെ തന്നെ റൈസിലും ഫ്ലേവറൊക്കെ ചെന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. താങ്ക് യു.